അപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വിജയകുമാർ ഇരുന്ന് ഈ പരിപാടി കാണുന്നവർക്കെല്ലാം നമ്മളോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് തുടർന്നുള്ള എപ്പിസോഡുകളിലൊക്കെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദ്യം ചോദിക്കാൻ വരുന്നു. വിചാരണ. ഈ ആഷ്മിയുടെ തലപ്പൊക്കം ഞാൻ പറഞ്ഞല്ലോ, അത്രയും പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഷ്മിയോട് തന്നെ ഒരു പ്രേക്ഷകയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. മിസ്റ്റർ ആഷ്മി, ബി കെയർഫുൾ. ചോദ്യം വരുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനാമിക, കോഴിക്കോട് സ്വദേശിനിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ആഷ്മിയോടാണ് എൻ്റെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ആഷ്മിയുടെ ഇൻട്രോ എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആയ ഒന്നാണല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഇൻട്രോ ആഷ്മി ചെയ്യാമോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരുപാട് ലേഡീസ് ഫാൻസ് ഉള്ള ഒരു ആങ്കറാണ് ആഷ്മി. അപ്പോൾ ആഷ്മിയുടെ കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് ലവ് അഫെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ആഷ്മി ഫേമസ് ആയതിനു ശേഷം ഈ ആളുകളെ കാണാൻ ഒരു അവസരം ആഷ്മിക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടായ ആഷ്മിയുടെ ഒരു ഫീലിങ്സ് എന്താണെന്നൊന്ന് പറയാമോ? ആഷ്മി അപകടപ്പെട്ട ചോദ്യമാണ്. അല്ല, രണ്ടാമത്താണോ ആദ്യത്തെയാണോ അപകടം പിടിച്ച ചോദ്യം? ആദ്യത്തേത് പരിഗണിക്കാവുന്ന കോളേജ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന അത് വെറുതെ അത് എന്തിനാ ഭൂതകാലങ്ങൾ മനസ്സിന്റെ അഗാധങ്ങളിൽ നിന്ന് പൊങ്ങി വരുന്ന പ്രണയിനികൾ വല്ലതും ഉണ്ടോ? കോളേജ് കാലത്തൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാവില്ലേ? സ്വാഭാവികവും. ആഷ്മി, അപ്പം മാത്രമല്ല, ഈ അങ്ങനെയുള്ള പെൺകുട്ടികൾ മനസ്സിലേക്ക് ആരെങ്കിലും ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മകളിൽ കൂട് പൊട്ടിക്കാണും ഇപ്പൊ ചെറുതായിട്ട്. എന്തായാലും അവർ ആവശ്യപ്പെട്ട പ്രേക്ഷകരാണല്ലോ നമുക്കെല്ലാം. അവർ ഈ ചില ആൾക്കാരുടെ ഉള്ളിൽ ഇടുപൊട്ടി കാണുമെന്ന് അറിയാം. എന്നാലും ചിലതൊക്കെ മറച്ചു വെച്ചെങ്കിലും. ഞാൻ ഡിഗ്രിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും നമ്മളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു കോളേജിൽ. വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരൻ. ആരാധികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് നടക്കലായിരുന്നു കൂടുതൽ. അതുകൊണ്ട് അങ്ങനെ വളരെ സജീവമായ ആക്റ്റീവായ പ്രണയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്കാൻ. എന്നാലും ചെറിയ ക്രഷുകളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ 12 കോളേജ് ഹിസ്റ്ററിൽ ഒരു കൊച്ചിനോട് ഇഷ്ടം പറയാൻ പറ്റിയില്ല. മനസ്സ് കൊണ്ടുപോകണം. ആ കുട്ടി ഒഴിച്ച് എല്ലാവരും പറഞ്ഞു. പിന്നെ പി ജിക്കും അങ്ങനെ ഉണ്ട് സ്കാൻ, സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അല്ലാതെ സജീവമായ വളരെ ആക്റ്റീവായ പ്രണയങ്ങൾ കോളേജിൽ ഉണ്ടായിരുന്നില്ല. കോളേജിന് പുറത്ത് വിജയകുമാർ വിടണോ തുടരണോ? അല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ട്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, പ്രേക്ഷകരാണ് നമ്മുടെ ദൈവം, അവരോട് നമ്മൾ നീതി പുലർത്തണം. ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുത്തില്ല എന്നൊരു പരാതി എനിക്ക് പരാതി. അദ്ദേഹത്തിന്റെ കുടുംബം കൂടി ഉണ്ട്. അതായിക്കോട്ടെ, അത് കുഴപ്പമില്ല. വെറുതെ പുള്ളിനെ അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, കാരണം എല്ലാം കയറി പറയാൻ പ്രയാസമായിരിക്കുമല്ലോ അല്ലേ? ഗോപി എന്തോ അർത്ഥം വെച്ച് ചിരിക്കുന്നു. ജനാർദ്ദനൻ നായർ മൊത്തം കുത്തിത്തിരിപ്പ് ഇറങ്ങിയേക്കോളൂ. ഈ ജനാർദ്ദൻ നായരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്രയും നന്നായിട്ട് ചൊറിയാൻ അറിയുന്നൊരു മനുഷ്യൻ. രാവിലെ അദ്ദേഹം വരുന്നുണ്ട് കേട്ടോ. വരുന്നു കഴിഞ്ഞാൽ ജനാർദ്ദൻ നായർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓർക്കും എന്നുള്ള ലൈനിൽ. ഓക്കെ അനുജ, അപ്പൊ ഞാൻ ചൊറിയുന്നതിനെ കുറിച്ച് ഇവിടെ എല്ലാവരും അവരുടെ കോളേജ് പ്രണയത്തിൽ ആകെ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പൊ ഓരോരുത്തരോട് ചോദിക്കാം, ഒരു അന്തരീക്ഷം, ആ ഒരു ആംബിയൻസിൽ വൈബിലേക്ക് എത്തി എല്ലാവരും. നമുക്ക് ചിത്രശലം ഒരു കാര്യം പറയാം. ഞാൻ പഠിച്ചത് മുഴുവൻ ബോയ്സ് സ്കൂളില്. അതുകൊണ്ട് 7 വർഷം പഠിച്ചത് ബോയ്സ് കോളേജിൽ, ക്രൈസ്റ്റ് കോളേജിൽ ഞാലക്കുടയിൽ. ഒരു പ്രണയത്തിന് ഒരു സാധ്യതയില്ല. അത് കോളേജിനകത്തല്ലേ? പുറത്ത് പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ച് നല്ല മാർക്ക് നേടി റാങ്ക് നേടി ജയിച്ചു വന്ന ആളാണ്. എന്റെ അനുഭവത്തില് ആമ്പിള്ളേരെ കോളേജിൽ മാത്രം പഠിച്ച ആൾക്കാരെ കൊണ്ടാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞ് അല്ല, ഞാനൊരു ചരിത്ര പ്രസ്താവന നടത്തിയതാ. നമ്മളത് വിട്ടുകളയാം. കാര്യം ഈ വികാര വായ്പകൾ പ്രകടമാക്കി കഴിഞ്ഞാൽ വീട്ടിൽ കയറണം രാത്രിയിൽ എന്നുള്ളത്. അതിലിടയിലൊരു കാര്യമുണ്ട്. അതായത് കോളേജിൽ മിടുക്കനായി പഠിച്ച് റാങ്ക് നേടി വന്നവനാണ് ഇവിടുന്ന് നമ്മുടെ പോലുള്ള മണ്ടന്മാരുടെ വന്നിട്ട് നിൽക്കുന്നത്. അതാ കറക്റ്റ് അതാണ്. അപ്പൊ ഇനി നമുക്കിനിയിപ്പോ അനുജ എന്തോ പറയാൻ വന്നു? അനുജ ഇല്ല, എന്തോ പറയാൻ വന്നു? ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. ആ ഫേസിൽ എന്തോ ഓളം വെട്ടി വരുന്നു. ഓളം വെട്ടി